ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ ജയപാലൻ പോലീസ് സ്റ്റേഷനിൽ നടന്ന സകല കാര്യങ്ങളും അപ്പോൾ തന്നെ രാജേശ്വരിയെ വിളിച്ച് പറയാണ്. നിവിൻ്റെ ഇടപെടൽ കേൾക്കുന്ന രാജേശ്വരിക്ക് നല്ല ദേഷ്യവും സങ്കടവും ഒക്കെ വരിക. തൻ്റെ കൈവിട്ടു പോവാണോ, താൻ എത്ര തവണ ആ കുടുംബത്തിലുള്ളവരുമായിട്ട് ഒരു ബന്ധത്തിനും പോകരുതെന്ന് പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും അവരുടെ പിന്നാലെ പോകുവാണോ എന്നുള്ള ചിന്തയൊക്കെ രാജേശ്വരിയുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ് കേട്ടോ. അപ്പോൾ രാജേശ്വരിയുടെ ശബ്ദം ആകെ അടഞ്ഞിരിക്കുന്ന കാണുമ്പോൾ ജയപാലൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തു പറ്റി രാജി, നിന്റെ ശബ്ദം എന്താ ആകെ അടഞ്ഞിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല ജയപാലേട്ടാ, എനിക്ക് ചെറിയൊരു തലവേദന, ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് റിസോർട്ടിൽ അങ്ങനെ അങ്ങ് ചാരി കസേരയിൽ കിടക്കുകയാണ് കേട്ടോ. എന്ത് ചെയ്യണം എന്നറിയാതെ പെട്ടെന്ന് ഒരാൾ കടന്നു വരികയാണ്. എന്നിട്ട് നമ്മുടെ രാജേശ്വരിയുടെ അടുത്ത് വന്ന് ചോദിക്കും, മുറിയുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. പെട്ടെന്ന് രാജേശ്വരി കണ്ണ് തുറന്ന് നോക്കിയിട്ട് പറയും, ഇല്ല, ഇവിടെ ഇപ്പം മുറികളൊന്നും അവൈലബിൾ അല്ല എന്ന് ആളോട് ഹിന്ദിയിലാണ് കേട്ടോ പറയുന്നത്. അത് കേൾക്കുമ്പോഴത്തേക്കും ആൾ പറയും, എൻ്റെ പൊന്ന് രാജി, നിനക്ക് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല എന്ന് പറയാം. അല്ലെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഏത് നാട്ടിലേക്ക് പോയി എവിടെയാണ് എന്നൊരു ബന്ധവും ഇല്ലാത്തവരെ ഒന്നും ഞാൻ സ്നേഹത്തോടെ ഇവിടേക്ക് ആനയിച്ച് എഴുന്നള്ളിക്കൊന്നുമില്ല. പോയാൽ പോയടമാണല്ലോ സത്യേട്ടൻ്റെ ലോകം എന്ന് പറയാം. രാജേശ്വരിയുടെ ഭർത്താവാണ് കേട്ടോ വന്നിരിക്കുന്നത്. എൻ്റെ പൊന്നു രാജി, ഞാൻ വെറുതെ അല്ലല്ലോ, ഞാനവിടെ ഛത്തീസ്ഗഡിൽ എന്ത് ജോലിയാണെന്ന് നിനക്കറിയാവുന്നതല്ലേ എന്ന് പറയാം. എനിക്കെല്ലാം അറിയാം. പക്ഷേ ഇനിയും സത്യേട്ടൻ ഇങ്ങനെ എന്നെയും ഈ റിസോർട്ട് ഉപേക്ഷിച്ച് പോകരുത്. നമ്മുടെ മകൻ്റെ കാര്യം ആകെ അവതാളത്തിലാണ് എന്ന് പറയാം. എന്താ രാജി പ്രശ്നം? ഞാനിവിടെ എത്തിയില്ലേ, ഇനി നിൻ്റെ എല്ലാ ടെൻഷനുകളും നമുക്ക് എടുത്തങ്ങോട്ട് കളയാം എന്ന് പറയാം. അത് കേൾക്കുമ്പം രാജേശ്വരിക്ക് സമാധാനമാവുക. രാജി, ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, നിന്റെ വാക്കുകൾക്കൊക്കെ നല്ല മൂർച്ചയായിട്ടുണ്ട്. അത് മനഃപൂർവ്വം സത്യേട്ടൻ എന്തെങ്കിലും തിരിച്ചു വരുമ്പം പറയാൻ വേണ്ടിയിട്ട് ഞാൻ കരുതി വെച്ചിരുന്ന ചില വാക്കുകളാ എന്ന് പറയണം. എന്നെ ഇട്ടിട്ട് എപ്പോഴും പോക്കല്ലേ എന്ന് പറയാം. രാജിയുടെ എല്ലാ പരിഭവവും തീർത്തിട്ട് ഇത്തവണ ഞാൻ പോകുന്നുള്ളൂ. ഛത്തീസ്ഗഡിലെ നല്ല ചൂടാ, 40-45 ഡിഗ്രി സെൽഷ്യസാ ചൂട്. അവിടെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെന്നേ. അപ്പം എന്നെ മോനെ കാണാനുള്ള ആഗ്രഹം കൊണ്ടൊന്നും അല്ല സത്യേട്ടൻ ഓടിപ്പാഞ്ഞിങ്ങ് വന്നത്, അവിടുത്തെ ചൂട് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങ് പോന്നു അല്ലേ എന്ന് പറയാം. രാജി, നീ ചുമ്മാ ഇങ്ങനെ പറയല്ലേ, ഞാനിവിടെ വന്നില്ലേ, എന്ത് എൻ്റെ രാജിയെ, ഞാനിവിടെ വന്നതിന് ശേഷം എനിക്ക് എൻ്റെ രാജിയെ കാണാനേ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കൈ വിടർത്തി നിൽക്കാം. എന്ന് രാജേശ്വരി ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ഭർത്താവിൻ്റെ കൈകളിൽ ഒതുങ്ങി നിൽക്കുകയാണ് കേട്ടോ. എല്ലാവരെയും വിറപ്പിച്ച് മാത്രം ശീലമുള്ള രാജേശ്വരിയുടെ മറ്റൊരു ഭാവം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുവേ. അല്ല, നിവിൻ എവിടെ എന്ന് ചോദിക്കുക. അവൻ്റെ കാര്യം ഒന്നും പറയാതിരിക്കുന്ന സത്യേട്ടാ ഭേദം, അവനിപ്പോൾ ഇച്ചിരി കറക്കം കൂടിയിട്ടുണ്ട്, ആൺപിള്ളേരല്ലേ എന്ന്. അപ്പോൾ പെട്ടെന്ന് സത്യം പറയാം. പെട്ടെന്ന് നമ്മുടെ നിവിൻ അങ്ങോട്ട് കയറി വന്ന്, അല്ല അച്ഛാ എന്നും പറഞ്ഞ് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുക. അച്ഛനിത് എപ്പോൾ ലാൻഡ് ചെയ്തു എന്ന് പറയാം. ഒന്നുകൂടെ ചുള്ളനായിട്ടുണ്ട് എൻ്റെ ബ്രോ എന്നൊക്കെ പറഞ്ഞ് ചേർത്ത് നിർത്താം. നീ കറക്കം തന്നെയാണല്ലേ, നിന്റെ അമ്മയ്ക്ക് നിന്നെപ്പറ്റി പരാതികളെ ഉള്ളല്ലോ എന്ന് പറയണ. അമ്മ ആകെ മാറിപ്പോയി, എൻ്റെ പഴയ അമ്മയേ അല്ല, ഇപ്പോൾ പുതിയൊരാളാ. അമ്മ പ്രവർത്തിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ മറ്റാരോ ആയ പോലെയാ. എനിക്കും എൻ്റെ പഴയ അമ്മയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അതെന്താ രാജി, എൻ്റെ മോന് നിന്നെപ്പറ്റി ഇങ്ങനൊരു പരാതി? അച്ഛാ, ഞാൻ ആകെ ടയർഡാ, ഞാനൊന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറയണ. ആയിക്കോട്ടെ, എനിക്കും ഒന്ന് ഫ്രഷ് ആവണം എന്ന് അപ്പോൾ അച്ഛനും പറയാൻ കേട്ടോ. അല്ലെങ്കിലും അച്ഛനും മോനും എന്നും ഒറ്റക്കെട്ട, അമ്മ പുറത്തും എന്ന് പറയാം. എൻ്റെ രാജി അങ്ങനെ ആരാ പുറത്താക്കുക എന്ന് അപ്പോൾ ഭർത്താവ് ചോദിക്കാൻ കേട്ടോ. ഇവന് ഇപ്പോഴും ആകെ ചുറ്റിക്കളിയാണോ? അതൊന്നും പറയാതിരിക്കുന്നതാ ഭേദം എൻ്റെ സത്യേട്ട, അവൻ ഇപ്പോഴും ഈ കറക്കുക. അതുമാത്രമോ, ഇപ്പം മറ്റു ചില ചുറ്റിക്കളികൾ കൂടിയുണ്ട്. എത്രയും വേഗം നമുക്ക് അവനൊരു കടിഞ്ഞാണിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മുടെ മകനെ തന്നെ നഷ്ടപ്പെടും. മറ്റു പലരും അവനെ വരിഞ്ഞു മുറുക്കി പിടിച്ചിരിക്കുക എന്ന് പറയാം. എന്തേലും ആട്ടെ, ഞാനൊന്ന് പോയി ഫ്രഷ് ആയിട്ട് ഇറങ്ങി വരാം. അതിനുശേഷം നമുക്ക് വിശദമായിട്ട് തന്നെ സംസാരിക്കാം. ഇനി എൻ്റെ രാജിയുടെ പരാതി തീർക്കാൻ ഞാൻ ഇവിടെ കാണും. ഉടനെ ഒന്നും മടങ്ങി പോകുന്നില്ല, പോരെ എന്ന് ചോദിക്കാം. അത് കേൾക്കുമ്പോൾ രാജേശ്വരിക്കും സന്തോഷമാവുക. ഞാൻ ആകെ മടുത്തു സത്യേട്ട, ഒറ്റയ്ക്ക് വയ്യെന്നായി. പഴയ പ്രായമൊന്നുമല്ല, എനിക്കും പ്രായമായി എന്ന് പറയാം. ആര് പറഞ്ഞു എൻ്റെ രാജിക്ക് പ്രായമായെന്ന്? എൻ്റെ രാജി എന്നും നല്ല യങ് ആൻഡ് സ്മാർട്ടാണെന്ന് അപ്പം പറയട്ടോ. എന്നെ ചുമ്മാ കളയാക്കാതെ സത്യേട്ട എന്ന് അപ്പോൾ രാജേശ്വരി പറയണം. ശരിയടോ, ഞാനൊന്ന് ഫ്രഷായിട്ട് ഇപ്പം തന്നെ ഇറങ്ങി വരാം, നമുക്ക് വിശദമായിട്ട് തന്നെ സംസാരിക്കാം, പോരെ? ഇനി നിവിനെ പറ്റിയുള്ള തൻ്റെ എല്ലാ ടെൻഷനുകളും എടുത്തു കളഞ്ഞു, ഞാനിങ്ങോട്ട് വന്നില്ലേ എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ രാജേശ്വരിക്ക് വലിയൊരു ആശ്വാസമാണ് കേട്ടോ തോന്നുന്നത്. ഇതേ സമയം സ്നേഹതീരത്താണെങ്കിൽ ഒരു ചിക്കനും ടേബിളിൽ വെച്ച് ചുറ്റിനും ഇരിക്കുവാണ് പെൺപടകളെല്ലാവരും കൂടി. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നമ്മുടെ വിനീത് അടുത്തേക്ക് ചെല്ലുക. ഇതെന്താ, ചിക്കന് കാവലിരിക്കുവാണോ നിങ്ങളെല്ലാവരും എന്ന് പറയാം.
ഒന്നും പറയണ്ട എൻ്റെ വിനീതേട്ടാ, ദേ ഈ പെണ്ണുണ്ടല്ലോ, ഇവക്ക് ചിക്കൻ ബിരിയാണി വേണമെന്ന് ഒരേ വാശി എന്ന് പെട്ടെന്ന് നിളയെ ചൂണ്ടിക്കൊണ്ട് യമുന പറയാം. അപ്പം കാവേരി ചേച്ചി പുറത്തു പോയപ്പം ഇവിടെയുള്ള അടുത്തുള്ള ഒരാളുടെ കയ്യിൽ ചിക്കൻ മേടിച്ച് കൊടുത്തയച്ചു. പക്ഷേ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന കാര്യം ആലോചിച്ചിരുന്നതാ. അതെന്താ, ഇവിടെ ആർക്കും ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ അറിയില്ലേ? ആകെ മൊത്തം 5 പെണ്ണുങ്ങൾ ഇവിടെ തന്നെ ഇപ്പോൾ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് പറയാം. കാവേരി ചേച്ചിയെ കൂട്ടി 6 പേര് എന്ന് നിള പറയണ. ഇത്രയും പെണ്ണുങ്ങളുള്ള ഈ വീട്ടിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ ആർക്കും അറിയില്ലേ എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് രാധവൻ പറയും, വിനീതേ പഴയ സ്റ്റൈലിലാണെങ്കിൽ ഞാനിപ്പോൾ തകർത്തേനെ എന്ന് പറയാം. അത് കേൾക്കുമ്പം യമുന പറയും, എൻ്റെ പൊന്നച്ചമ്മേ, അതിനെ ചിക്കൻ കറി എന്നാ പറയാ, ചിക്കൻ ബിരിയാണി എന്നല്ല. അപ്പം നമ്മുടെ ഗംഗ പറയും, ഞാൻ ഉണ്ടാക്കിയാനെ, പക്ഷെ ഞാൻ എത്ര തവണ വെച്ചോ അന്നെല്ലാം ഫ്ലോപ്പായി പോയിട്ടുമുണ്ട്. അരി വെന്തു പോകും, കുഴഞ്ഞിരിക്കും, എനിക്ക് കറക്റ്റ് പാകത്തിലെടുക്കാനായിട്ട് അറിയത്തില്ല എന്ന് ഗംഗ പറയാം. പെട്ടെന്ന് ശാരദ പറയും, ഞാൻ തന്നെ ഉണ്ടാക്കിയാനെ എന്ന് പറയാം. ഇനിയിപ്പം ഇങ്ങനെ ഈ ചിക്കന് ചുറ്റും കാവലിരുന്നിട്ട് ഒരു കാര്യമില്ലല്ലോ, നമുക്ക് ഞാൻ തന്നെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ശാരദ എഴുന്നേൽക്കാം. പെട്ടെന്ന് ഗംഗ പിടിച്ച് അവിടെ ഇരുത്തും. അമ്മയുടെ കൈക്ക് ആകെ വേദനയല്ലേ, അമ്മ ഇപ്പം തൽക്കാലം അടുക്കള കയറണ്ട, നമുക്ക് ഇത് ചിക്കൻ കറി വെക്കാം എന്ന് ഗംഗ പറയാം. ഞാൻ വെച്ചോളാം എന്ന് പറയാം. അത് കേൾക്കുന്ന നീള പറയും, പറ്റില്ല, എനിക്ക് ചിക്കൻ ബിരിയാണി കഴിച്ചേ പറ്റൂ, പ്ലീസ് ഗംഗച്ചി, കോതി കൊണ്ടല്ലേ എനിക്ക് ഉണ്ടാക്കിത്താ, എൻ്റെ പൊന്നു മോളെ, ഇവിടെ ആർക്കും ഉണ്ടാക്കാൻ അറിയില്ല, പിന്നെ എന്താ ചെയ്യുക എന്ന് അപ്പം ഗംഗ ചോദിക്കാം. എൻ്റെ നിളക്കുട്ടി ഒരു ആഗ്രഹം പറഞ്ഞിട്ട് അത് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല, നിളക്കുട്ടിക്ക് ഒരു ചിക്കൻ ബിരിയാണി കഴിക്കണം, അതെ ഈ വിനീതേട്ടൻ ഉണ്ടാക്കി തരാം എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ എല്ലാവരും വിനീതിനോട് ചോദിക്കുക, വിനീതേട്ടന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനൊക്കെ അറിയാവോ? പിന്നല്ലാതെ. അപ്പം നമ്മുടെ രാധമ്മ പറയും, അല്ലേലും ആരുടെ കൊച്ചുമോനാ, ഈ എൻ്റെ കൊച്ചുമോനല്ലേ അവൻ എൻ്റെ കഴിവുകളൊക്കെ കിട്ടിയിട്ടുണ്ടെന്നേ. രാധമ്മയെ ചുമ്മാ ഇട്ട് പുളു അടിക്കല്ലേ എന്നപ്പോഴത്തേക്കും യമുന പറയാം, സത്യവാ, എൻ്റെ ആ കൈപുണ്യവും കഴിവും മുഴുവനും എൻ്റെ വിനീത് മോനാ കിട്ടിയിരിക്കുന്നത് എന്ന് പറയാം. ശാരദ ചോദിക്കും, മോന് ശരിക്കും അറിയാവോ ഉണ്ടാക്കാൻ? പിന്നല്ലാതെ, നിങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഇരുന്നോ, ചിക്കൻ ബിരിയാണി റെഡിയായി കഴിയുമ്പം ഞാൻ വിളിക്കാം, അപ്പം എല്ലാവരും കൂടി വന്നാൽ മതി എന്ന് പറയാം. എന്നിട്ട് ചിക്കനുമായിട്ട് നമ്മുടെ വിനീത് അടുക്കളയിലേക്ക് പോവാം. അടുക്കള ചെന്നിട്ട് വിനീതിന് ചിക്കൻ ബിരിയാണി ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ, വെറുതെ പറഞ്ഞതാ. ഈശ്വര, ഇതിപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുക? കുഴപ്പമില്ല, യൂട്യൂബിൽ വീഡിയോ കിടക്കുമല്ലേ, അത് നോക്കി ഇന്ന് അടിപൊളി ബിരിയാണി വെച്ചിട്ടേ ഈ വിനീത് വിശ്രമിക്കത്തുള്ളൂ എന്നും പറഞ്ഞ് യൂട്യൂബ് വീഡിയോ ഒക്കെ ഓണാക്കി എങ്ങനെ ബിരിയാണി ഉണ്ടാക്കാം എന്നൊക്കെ നോക്കുകയാണ്. അപ്പോൾ വേണ്ട സാധനങ്ങളൊക്കെ പറയാം. ആദ്യം സുഗന്ധവ്യഞ്ജനങ്ങൾ, ബിരിയാണി മസാല, അങ്ങനെ ഓരോരോ സാധനങ്ങൾ ലിസ്റ്റ് പറയുന്നതനുസരിച്ച് വിനീത് എടുത്ത് വെക്കുക. എൻ്റെ പൊന്നോ, ഇത് ഇത്രയ്ക്ക് പാടാന്ന് അറിഞ്ഞിരുന്നെങ്കിലേ ഈ പരിപാടി ഞാൻ ഏക്കില്ലായിരുന്നു, ഇതിലും ഭേദം ഒന്നും കൂടി പോയി പഠിച്ച് SSLC പരീക്ഷ എഴുതുവാണെന്നാണ് തോന്നുന്നത് എന്ന് വിനീത് ഇങ്ങനെ ആത്മകഥം പറയാം. എന്നിട്ട് ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ്. ഇതേ സമയം നമ്മുടെ കാവേരി സ്കൂട്ടിയൊക്കെ ഓടിച്ചിങ്ങനെ വരിക. പെട്ടെന്ന് ഒരു വണ്ടി വന്ന് നമ്മുടെ കാവേരിയെ പതിയെ ഇടിക്കുകയാണ് കേട്ടോ. കാവേരി അങ്ങോട്ട് മറിഞ്ഞടിച്ച് വീഴും. അതിൽ നിന്ന് ജയപാലിൻ്റെ മകൾ രാഗിണിയാണ് കേട്ടോ ഇറങ്ങുന്നത്. എന്നിട്ട് കാറിൽ നിന്നിറങ്ങി നേരെ നമ്മുടെ കാവേരിയുടെ അടുത്തേക്ക് ചെല്ലുക. എന്താ കാവേരി, എന്നെ ഓർമ്മയുണ്ടോ എന്ന് അഹങ്കാരത്തോടു കൂടി ചോദിക്കാം. അപ്പം പെട്ടെന്നൊരു കളിക്കൂട്ടുകാരിയെ കണ്ട അതേ സന്തോഷത്തോടു കൂടി നമ്മുടെ കാവേരി പറയും, ഓ രാഗിണി എന്ന് പറയും. രാഗിണി വെറും രാഗിണിയല്ല, ജയപാലൻ്റെ മകൾ രാഗിണി. അപ്പം രാഗിണിയുടെ ആ ധാർഷ്ട്യത്തോടു കൂടിയുള്ള സംസാരം കാണുമ്പോൾ നമ്മുടെ കാവേരിയുടെ മൂഡ് മാറും കേട്ടോ. രാഗിണിയുടെ ആ പെരുമാറ്റം കാണുമ്പം നമ്മുടെ കാവേരിക്കും നല്ല ദേഷ്യം വരിക. കാവേരി നല്ല കൂർക്കി കൊള്ളുന്ന മറുപടി തന്നെ പറയാം. രാഗിണി അടുത്ത് ചെന്നിട്ട് ചോദിക്കും, ജയപാലൻ്റെ മകൾ രാഗിണിയുടെ ഒരു കൈസഹായം വേണോ എന്ന് ചോദിക്കുക. അപ്പം നമ്മുടെ കാവേരി ചാടി എഴുന്നേക്കും. എന്നിട്ട് പറയും, തൽക്കാലം ആരുടെയും സഹായം എനിക്കൊരാവശ്യമില്ല എന്ന് പറയാണ്. അല്ല, എൻ്റെ വീട്ടിൽ പോയി നീ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ തോട്ടം പോലും നിൻ്റെ അച്ഛനെയും പറ്റിച്ച് മേടിച്ചതാണെന്നൊക്കെ പറഞ്ഞ് നീ ഒരു കള്ളപ്രഖ്യാപനമൊക്കെ നടത്തിയെന്ന് അറിഞ്ഞു. ഓ അതെ, കള്ളപ്രഖ്യാപനമല്ല, നല്ല ഒന്നാന്തരം സത്യം തന്നെയാണ്. എൻ്റെ പാവം അച്ഛൻ മണലാരണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് മുഴുവനും അയാൾ പറ്റിച്ച് മേടിച്ച് ആ തോട്ടം കൈക്കലാക്കിയത് എന്ന് പറയാണ്. അതിന് എന്ത് തെളിവാണ് നിൻ്റെ കയ്യിലുള്ളത് എന്ന് രാഗിണി അപ്പം ചോദിക്കാം. പിന്നെ 1-2 രൂപ നിനക്കൊക്കെ വേണം, അരവിന്ദനങ്ങൾ മരിച്ച സ്ഥിതിക്ക് എങ്ങനെയെങ്കിലും ജീവിക്കേണ്ട പട്ടിണിയില്ലാതെ, അതിനു വേണ്ടിയിട്ട് 10 രൂപ വേണമെന്ന് പറഞ്ഞാൽ പോലും എൻ്റെ അച്ഛൻ തന്നേനെ. അതിന് ഇത്രയും വലിയൊരു കള്ളത്തരം പറഞ്ഞ് നീ പ്രചരിപ്പിക്കേണ്ട ഒരാവശ്യം ഇല്ലായിരുന്നു കേട്ടോ എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ നമ്മുടെ കാവേരി പറയും, ഞാനൊക്കെ മരിക്കുമെന്ന് കണ്ടാൽ പോലും നിൻ്റെ അച്ഛൻ്റെ 10 പൈസ എനിക്കൊന്നും വേണ്ടിട്ടേ, അത് മേടിച്ച് കഴിച്ചു കഴിഞ്ഞാലേ ഈ കഴുത്തിൽ നിന്ന് ഞങ്ങൾക്ക് അങ്ങോട്ട് ഇറങ്ങത്തില്ല. അതുപോലെ പറ്റിച്ചും ചതിച്ചും മറ്റുള്ളവരെ കൊലയ്ക്ക് കൊടുത്തും അയാൾ ഉണ്ടാക്കുന്നതാണല്ലോ ഓരോ രൂപ. അതിൽ എൻ്റെ പാവം അച്ഛനും ഇരയായി പോയി. പിന്നെ നീയും വന്നിരിക്കുന്നത് നല്ല ഉദ്ദേശത്തോടെയൊന്നും അല്ല എന്നെനിക്കിപ്പോൾ ബോധ്യപ്പെട്ടു എന്നും പറഞ്ഞ് നമ്മുടെ കാവേരിയാണ് കൈ വെച്ച് മുഷ്ടി ചുരുട്ടി രാഗിണിക്ക് നേരെ വീശുവാണ് കേട്ടോ. പെട്ടെന്ന് പേടിച്ച് രാഗിണി വീഴുക. എന്താ
എന്താ അരവിന്ദൻ്റെ മകൾ കാവേരിയുടെ ഒരു സഹായം രാഗിണിക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുക. എടീ നിന്നെ ഞാൻ എന്ന് പറഞ്ഞാൽ രാഗിണി അപ്പം ചാടി എഴുന്നേക്കുക. ഞാനതിന് നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ, നിനക്കൊക്കെ പിന്നിൽ നിന്നും കുത്തിയും പിന്നിൽ നിന്ന് വീഴ്ത്തിയേ പരിചയമുള്ളൂ, അതുകൊണ്ടാണല്ലോ നീ എൻ്റെ പിന്നിൽ നിന്ന് വന്ന് വണ്ടി ഇടിച്ച് വീഴ്ത്താൻ നോക്കിയത്. നിൻ്റെ അച്ഛനും അതാ ശീലം, നമ്മുടെ മുന്നിൽ നിന്ന് ചിരിച്ച് കാണിച്ചിട്ട് പിന്നിൽ നിന്ന് കഴുത്തറുത്ത് കളയുന്ന സ്വഭാവം, അത് തന്നെ നിനക്കും നിൻ്റെ അനിയനും ഒക്കെ ഉണ്ടെന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ നേർക്ക് നേർ നിന്ന് ശീലിച്ചിട്ടുള്ളവളാ ഈ കാവേരി, അരവിന്ദൻ്റെ മകൾ കാവേരി. എന്നോട് മുട്ടാൻ വരുമ്പം സൂക്ഷിച്ചും കണ്ട് നിന്നില്ലെങ്കിൽ നിനക്ക് തന്നെയായിരിക്കും ദോഷം എന്ന് രാഗിണിയോട് നല്ല മറുപടി പറയാൻ കേട്ടോ നമ്മുടെ കാവേരി. അത് കേൾക്കുന്ന രാഗിണിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. കാവേരിക്ക് മുന്നിൽ താൻ തോറ്റുപോയതൊരു തോന്നലൊക്കെ ഉണ്ടാവുക. പോയി തരത്തി കളിക്കടി എന്ന് കാവേരി പറയണം. രാഗിണി ചാവിട്ടി തുള്ളിപ്പോയി വണ്ടി എടുക്കുക എന്ന്. അപ്പോഴേക്കും നമ്മുടെ കാവേരി മറിഞ്ഞു കിടക്കുന്ന അവളുടെ സ്കൂട്ടിയൊക്കെ നിവർത്തിയെടുത്ത് അതിലേക്ക് കയറി ഇരിക്കാനായിട്ട് തുടങ്ങാം. രാഗിണി വണ്ടിയെടുത്ത് കാവേരിയുടെ മേത്തേക്ക് ചെളി തെറിപ്പിച്ചിട്ട് അങ്ങോട്ട് പോവുക. കാവേരിയോടുള്ള ദേഷ്യം മുഴുവനും അങ്ങനെ തീർക്കുക. അപ്പോൾ കാവേരിക്ക് നല്ല ദേഷ്യം വരിക. എടി നീ എൻ്റെ മേത്ത് ചെളി തെറിപ്പിച്ചല്ലേ, നിനക്കുള്ളത് ഞാൻ തരാടി എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഇതേ സമയം നമ്മുടെ വിനീതാണെങ്കിൽ അടുക്കള താകൃതിയായിട്ടുള്ള പരിപാടികളിലാണ് കേട്ടോ. ഒരു വിധത്തിലെല്ലാം കട്ട് ചെയ്ത് പെറുക്കി ബിരിയാണി ചെമ്പ് അടുപ്പി കയറ്റിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വിനീതൊക്കെ ക്ഷീണിച്ച് അവശനായിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് സമയം വിശ്രമിക്കാം, എന്തേലും ഗെയിമൊക്കെ കളിച്ചിരിക്കാം, ഇത് വേഗാനായിട്ട് സമയം എടുക്കുമല്ലോ എന്ന് പറഞ്ഞ് ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പം വിനീത് എന്താണ് അടുക്കള പരിപാടി എന്ന് അറിയാനായിട്ട് നീളക്കുട്ടിയും ഗംഗയും കൂടി അവിടേക്ക് വരിക. ഇതെന്താ വിനീതേട്ടാ ഈ അടുക്കള കാണിച്ചിട്ടിരിക്കുന്നേ എന്ന് ചോദിക്കുക. എന്താ ഞാൻ ബിരിയാണി വെക്കുമെന്ന് ഗംഗയ്ക്ക് അറിയില്ലേ എന്ന് ചോദിക്കുക. അല്ല, സകലമാന ഇലകളും ഇവിടെ ഉണ്ടല്ലോ, എങ്കിൽ പിന്നെ കുറച്ച് കമ്മ്യൂണിസ്റ്റ് പച്ചയും കൂടി അതിനകത്ത് പിച്ച് ചിന്തി ഇടത്തില്ലായിരുന്നോ എന്ന് ചോദിക്കുക. ദേ ഗംഗെ, അത് പൊതിനയിലേ മല്ലിയിലയൊക്കെയാ, ബിരിയാണിയിലെ ഇതൊക്കെ ഇട്ടാലേ നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടുള്ളൂ, എനിക്കിതൊന്നും അറിയില്ലേ എന്ന് പറയണം. നല്ല മണം വരുന്നുണ്ടല്ലോ വിനീതട്ടാ എന്നപ്പോൾ നിള പറയാ. നമ്മുടെ വിനീതിൻ്റെ ബിരിയാണിയിൽ നിന്ന് അടിപൊളി മണമാണ് കേട്ടോ വരുന്നത്, എനിക്ക് ഒരു സ്പൂൺ എടുത്ത് തരാവോ എന്ന് പറയാം. പറ്റില്ല, ഇപ്പം തരത്തില്ല, ബിരിയാണി പൊട്ടിക്കാതെ അതിൽ നിന്നും ഒരു സ്പൂൺ ആർക്കും തരില്ല എന്ന് പറയാം. അപ്പം ഗംഗയെ മനസ്സിൽ പറയാം, വിനീതേട്ടൻ വിചാരിച്ച പോലൊന്നും അല്ല, നല്ല അടിപൊളി മണം വരുന്നുണ്ട്. ദേ എല്ലാവരും പോയി ഡൈനിങ് ടേബിളിൻ്റെ അടുത്തിരുന്നു, ഇപ്പം തന്നെ ബിരിയാണി റെഡിയാവും, ഞാൻ അടിപൊളി ബിരിയാണിയൊക്കെ ആയിട്ട് ഇപ്പം തന്നെ അങ്ങോട്ട് വരും, അതുവരെ ഇതിൽ നിന്ന് ഒരു സ്പൂൺ പോലും ആർക്കും തരില്ല, പ്ലീസ് വിനീതേട്ടാ, കൊതി കൊണ്ടല്ലേ എന്ന് നിള വീണ്ടും ചോദിക്കുക. അത് കേൾക്കുന്ന ഗംഗയ്ക്ക് പാവം തോന്നും. കൊടുക്ക് വിനീതേട്ടാ, അവൾ ചെറിയ കുട്ടിയല്ലേ, അവൾക്ക് കൊതിയായിട്ടല്ലേ എന്ന് പറയാം. എത്ര കൊതിയാണേലും ഇപ്പം തരില്ല, ഇപ്പം തുറന്നാലേ അതിന് ടേസ്റ്റ് പോകും, അതിൻ്റെ കറക്റ്റ് പാകം എത്തിക്കഴിഞ്ഞാൽ ഞാനത് തുറക്കത്തുള്ളൂ എന്ന് വിനീത വാശിയോടുകൂടി പറയാം. പോ വിനീതേട്ടാ, ഞാൻ ഒരു കൂട്ടുമില്ല വിനീതേട്ടനോട് എന്ന് നിളയപ്പോൾ പറയണേ. എന്നിട്ട് ഗംഗയും നിളയും കൂടി അവിടെ നിന്ന് അങ്ങോട്ട് പോവാം. ഇതേ സമയം നമ്മുടെ വിനീതിന് സ്വയം വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. താൻ വെച്ച ബിരിയാണിയിൽ നിന്നാണോ ഇത്രയും നല്ല മനോഹരമായ മണം വരുന്നത് എന്നുള്ള ചിന്തയിൽ ആ മണം നമ്മുടെ വിനീതും ഒന്ന് ശ്വസിക്കുക. അപ്പോൾ ബിരിയാണി സക്സസ് ആയിട്ടുണ്ട്. ഞാൻ അറിയാതെ പോയി, ഇത്രയും വലിയൊരു പാചകക്കാരൻ എന്നിൽ ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു എന്നൊക്കെ വിനീത് ഇങ്ങനെ പറയാം. എന്തായാലും വേവ് ആകാൻ ഇനിയും കുറച്ച് സമയം കൂടി വേണം, തൽക്കാലം ഗെയിം കളിക്കാം എന്ന് പറഞ്ഞ് ഫോണിൽ വീണ്ടും ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും